നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഏകാധിപതികൾ അങ്ങനെയാണ്. നിയമങ്ങൾ, പ്രത്യേകിച്ചും പാർട്ടി ബൈലകൾ ഏകാധിപതികൾക്കായി മാറ്റപ്പെടും. നരേന്ദ്രമോദി അത്തരത്തിൽ ഒരു വ്യക്തിയാണ്. 75 വയസ്സ് കഴിഞ്ഞാൽ BJPയുടെ കോർ കമ്മിറ്റിയിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദി ആ പ്രായമെത്തുമ്പോൾ സൗകര്യപൂർവ്വം അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കാനുള്ള ശ്രമമാണ്. കാരണം രാജ്യം കുട്ടിച്ചോറാക്കണമെങ്കിൽ ഇനിയും അധികാരം കയ്യിലിരുന്നേ പറ്റൂ. അതൊരു ലഹരി പോലെയാണ്. കൂടെയുള്ള നേതാക്കളെ പലരെയും കുതുകാൽ വെട്ടിയും ശക്തരായ വാജ്പേയി, അദ്വാനി പക്ഷക്കാരായ നേതാക്കളെയൊക്കെ ഒതുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം. ഗുജറാത്ത് കലാപ സാഹചര്യം കൊടുമ്പരി കൊണ്ട് നിൽക്കുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ AB വാജ്പേയി നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, രാജ്യധർമ്മം. അതാണ് കൃത്യമായും വാജ്പേയി പ്രവർത്തനമാക്കാൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദി ചെയ്യും എന്ന് ഞാൻ വിചാരിക്കട്ടെ എന്ന ഒരു അഭിപ്രായം പറഞ്ഞു. അതൊരു കടുത്ത ഭാഷയിലുള്ള പ്രയോഗമായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്നറിയാം. വാജ്പേയിയുടെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മോദി പക്ഷക്കാർ നടത്തിക്കൊണ്ടേയിരുന്നു. അദ്വാനിയോടും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രവണത തന്നെയാണ്. ഏതായാലും ബാബറി മസ്ജിദ് സാഹചര്യം അത് വലിയ തോതിലുള്ള വീഴ്ചയാണ്, സംഘടനാ വീഴ്ചയാണെന്ന് തുറന്നു പറയാനുള്ള ഒരു മനസ്സെങ്കിലും അടൽ ബിഹാരി വാജ്പേയി കാണിച്ചു എന്നതാണ് ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും മികച്ച പ്രവർത്തനം. എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നാണ് അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടെ പല പ്രമുഖരായ നേതാക്കളെയും കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ്. പ്രായത്തിൻ്റെ ബാധ്യതകളൊന്നും തന്നെ ഇല്ലാത്തത് സഖ്യകക്ഷികളിലെ നേതാക്കന്മാർക്ക് മാത്രമാണ്. ജിതൻ റാം മഞ്ചിയെ പോലുള്ളവർക്ക് സഖ്യം ആയതുകൊണ്ട് തന്നെ ഒരു രീതിയിലും BJP പ്രായത്തിൻ്റെ പേരിൽ തടയിടുന്നില്ല. എന്നാൽ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് അത് ഒരു ഘടകം തന്നെയാണ് എന്ന് പറയപ്പെടുന്നുമുണ്ട്. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. മോദിക്ക് ഇഷ്ടമല്ലാത്ത നേതാക്കൾ, അതിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ്. ഒരു കാലത്ത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയിരുന്ന വ്യക്തി രാജ്നാഥ് സിംഗ് ആണ്. LK അദ്വാനി BJPയുടെ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ 2014 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലിയ കൃപയാണ് ഞങ്ങളോട് കാണിച്ചത് എന്നൊക്കെ പറയുമ്പോൾ മോദി നടത്തുന്ന ഒരു മറുപടി പ്രസംഗമുണ്ട്. ഹോളിവുഡിലെ സിനിമാ നടന്മാർ, ഓസ്കാർ അവാർഡ് വാങ്ങിച്ച നടന്മാർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ഇപ്പോഴും യൂട്യൂബിൽ അത് ട്രെൻഡിങ് ആണ്. അത്രയും മികച്ച ആക്ടറുടെ മുമ്പിൽ രാജ്നാഥിനൊക്കെ പിടിച്ചു വയ്ക്കാൻ കഴിയുമോ?